ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റേഷൻ വ്യാപാരികളുടെ ക്ഷേമത്തിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും തുച്ഛമായ വേതനത്തിൽ സേവന നിരതരായ ഇവരുടെ കുടിശ്ശിക പോലും തിരിച്ചു നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് ഖേദകരമാണ്. ഇതിൽ പ്രതിഷേധിച്ച് സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് റേഷൻ വ്യാപാരികൾ. പ്രധാന വാർത്തകളിലേക്ക്. ഹർത്താലിന്റെ മറവിൽ വനം വകുപ്പ് ഓഫീസിനു നേരെയുണ്ടായ ആക്രമണം CBI അന്വേഷിക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേവലം തുച്ഛമായ കമ്മീഷൻ കൊണ്ട് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കേരള സ്റ്റേറ്റ് റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയല്ല, സാമ്പത്തിക പ്രയാസമാണുള്ളതെന്ന മന്ത്രി ആര്യാടന്റെ പ്രസ്താവനയിൽ വാക്കിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും നിലവിലുള്ള പ്രയാസമാണ് പ്രതിസന്ധിയിലുള്ളതെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ ജയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മേഖലാ കൺവെൻഷൻ ജയ ഓഡിറ്റോറിയത്തിൽ LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയില്ല, പ്രയാസമാണുള്ളതെന്ന മന്ത്രി ആര്യാടന്റെ പ്രസ്താവനയിൽ വാക്കുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും നിലവിലുള്ള പ്രയാസമാണ് പ്രതിസന്ധിയിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവർക്കെല്ലാവരും അനുഭവത്തിൽ കൂടി ഇപ്പൊ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതിനെ എങ്ങനെ മാറ്റി തീർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒറ്റ കാര്യങ്ങൾ കൊണ്ട് മാത്രം നിൽക്കാവുന്ന ഒരു സ്ഥിതി വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട സന്ദർഭം ആയിട്ടുണ്ട്. അതിന്റെ ചർച്ച ആരംഭിച്ച് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ്. ഉടനെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പരിപാടിയിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KGOA പ്രസിഡന്റ് TK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PC രവീന്ദ്രൻ, ജനറൽ സെക്രട്ടറി K ശിവകുമാർ എന്നിവർ സംബന്ധിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള കേരള ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സഹായനിധി വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. ഹോട്ടൽ അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് KT ജോസഫ് അധ്യക്ഷനായിരുന്നു. കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള സഹായനിധി വിതരണം ഹോട്ടൽ അളകാപുരിയിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും ഭവന നിർമ്മാണ ധനസഹായവും ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. വൻകിട ഹോട്ടലുകളിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാന സ്രോതസ് മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലായതിനാൽ സർക്കാരിന് ഈ മേഖലയെ അവഗണിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ഇതിന് ദോഷമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ദോഷവശങ്ങളുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന് സർക്കാരിന്റെ ഒരു റവന്യൂ കൂടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാദാപുരം എടച്ചേരി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ജാനകി അമ്മയ്ക്ക് ഭവന നിർമ്മാണ ധനസഹായം ചടങ്ങിൽ മന്ത്രി നൽകി. കൂടാതെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായ വിതരണവും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹരിപ്രിയ ബാലനും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഐശ്വര്യ രാധാകൃഷ്ണനും ക്യാഷ് അവാർഡുകൾ നൽകി. ഐശ്വര്യ രാധാകൃഷ്ണനെയും ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് KT ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P പീതാംബരൻ, NV കൃഷ്ണക്കുറുപ്പ്, A അജയകുമാർ, KC അബു, A വിജയൻ എന്നിവർ സംബന്ധിച്ചു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ അവഗണിച്ചുകൊണ്ട് ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പുറകെ പോവുകയാണ് മാധ്യമങ്ങളെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബേബി.
പശ്ചിമഘട്ട സംരക്ഷണം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അവലോകന യോഗവും സ്പെഷ്യൽ കൺവെൻഷനും ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അവലോകനവും സ്പെഷ്യൽ കൺവെൻഷനും സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് MV ബേബി ഉദ്ഘാടനം ചെയ്തു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ അവഗണിച്ചുകൊണ്ട് ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പുറകെ പോവുകയാണ് മാധ്യമങ്ങളെന്നും പാരിസ്ഥിതിക വകുപ്പ് നടത്തിയ പൊടിക്കൈ പ്രയോഗങ്ങളാണ് ഇതിന് പുറകിലെന്നും MV ബേബി പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ജയകുമാർ വിഷയാവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി P. ഗിരീഷ്, TV രാജൻ, P. മുരളീധരൻ, PK പീതാംബരൻ, PP മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു. ജനങ്ങൾ എന്നും കടപ്പാടോടുകൂടി സേവനം സ്വീകരിക്കുന്നത് പോസ്റ്റൽ സർവീസ് വകുപ്പാണെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K. ജയകുമാർ 28ാമത് കേരള പോസ്റ്റൽ സർക്കിൾ കൾച്ചറൽ മീറ്റ് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 28ാമത് കേരള പോസ്റ്റൽ സർക്കിൾ കൾച്ചറൽ മീറ്റ് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കേരള ചീഫ് ജനറൽ പോസ്റ്റ് മാസ്റ്റർ ശാന്തി S. നായരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജനങ്ങളുടെ സേവനത്തിനായി നിരവധി വകുപ്പുകൾ ഉണ്ടെങ്കിലും ജനങ്ങൾ എന്നും കടപ്പാടോടുകൂടി സേവനം സ്വീകരിക്കുന്നത് പോസ്റ്റൽ സർവീസ് വകുപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഏതെങ്കിലും ഒരു വകുപ്പിനോട് കടപ്പാടോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സേവനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റൽ വകുപ്പാണ്. എല്ലാ വകുപ്പുകളും കോഴിക്കോട് നോർത്ത് റീജിയണൽ ജനറൽ പോസ്റ്റ് മാസ്റ്റർ V. രാമലു, കൊച്ചി സെൻട്രൽ റീജിയണൽ ഡോക്ടർ M. വെങ്കിട്ടേശ്വരലു, S. നരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് കേരള മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് ജോസഫ് ആവശ്യപ്പെട്ടു. പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ പ്രവർത്തക കൺവെൻഷൻ രാജാജി റോഡിലെ AITUC ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൈവറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. രാജാജി റോഡിലെ AITUC ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കേരള സ്റ്റേറ്റ് മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് അദ്ദേഹം കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് PK നാസർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. U. സതീശൻ, VR രമേശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ബാസ് മേലാത്ത് എന്നിവർ സംബന്ധിച്ചു. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാർ അംഗീകരിക്കുന്നതിനുവേണ്ടി യൂണിയൻ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് DCC പ്രസിഡന്റ് KC അബു. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. പ്രവീൺകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതിനായി യൂണിയൻ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ സംസ്ഥാന ട്രഷറർ കക്കാലാട്ട് കുഞ്ഞിക്കണ്ണനെ ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആദരിച്ചു. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് VK അശോകൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, INTUC ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ, മലബാർ ദേവസ്വം ജനറൽ സെക്രട്ടറി VV ശ്രീനിവാസൻ, PK ബാലഗോപാലൻ, K. മോഹൻദാസ്, P. പ്രസാദ്, സജീവൻ കാനത്ത്, മഹേഷ് കോമാത്ത് എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി
കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം കോട്ടം, കണ്ണൂർ. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടൂ. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. ഏക്കർ കണക്കിന് തരിശുനിലത്ത് സ്വാശ്രയ സംഘ കൂട്ടായ്മയിൽ വിളയിച്ചെടുത്തത് 100 മേനി. കാക്കൂർ സോപാനം സ്വാശ്രയ സംഘമാണ് കാക്കൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ ജൈവ കൃഷി നടത്തിയത്. കാക്കൂർ പുന്നൂർ ചെറിയപാലം ആലയാട് മയ്യൻകണ്ടിയിൽ തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലത്താണ് സോപാനം സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തകർ പച്ചക്കറി കൃഷി വിളയിച്ചത്. വിളയിച്ചപ്പോൾ 100 മേനി ലഭിച്ചു. മത്തൻ, ഇളവൻ, വെണ്ട, കക്കിരി, പയർ, വാഴ എന്നിങ്ങനെ ജൈവ കൃഷിയിൽ ഇവർ നട്ടുവളർത്തിയ ഇനങ്ങൾ ഏറെയാണ്. കാക്കൂർ കൃഷിഭവന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ തരിശുനില പച്ചക്കറി വിളവെടുപ്പ് നാടിന്റെ ഉത്സവമായി മാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ടി ഗംഗാധരൻ നായർ അധ്യക്ഷം വഹിച്ചു. മെമ്പർമാരായ കെ പ്രേമലത, CC കൃഷ്ണൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ലാലി ജെയിംസ്, കൃഷി ഓഫീസർ BJ സീമ, KC ബാലകൃഷ്ണൻ, പ്രഭാകരൻ കോറോത്ത്, C കൃഷ്ണൻകുട്ടി, T അബ്ദുറഹിമാൻ, കൺവീനർ T സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MM സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടന്നു. കിഴക്കേ നടക്കാവ് ഈസ്റ്റ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ KSRRDA ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MM സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. പൊതുവിതരണ രംഗത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കാൻ പോകുന്ന പുത്തൻ പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കളും റേഷൻ വ്യാപാരികളും കടുത്ത ആശങ്കയോടെയാണ് കാണുന്നതെന്ന് MM സൈനുദ്ദീൻ പറഞ്ഞു. കേവലം തുച്ഛമായ കമ്മീഷൻ കൊണ്ട് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ റേഷൻ വ്യാപാരികളുടെ മക്കൾക്കുള്ള സമ്മാനദാനവും മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. KSRRDA കൊയിലാണ്ടി താലൂക്ക് സെക്രട്ടറി VP സുരേഷ് പാലേരി, KSRRDA ജില്ലാ സെക്രട്ടറി സുരേഷ് കറ്റോട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദിനേശ് പെരുമണ്ണ, താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അരവിന്ദൻ, കൌൺസിലർ K മുഹമ്മദ് അലി, KR ദയാനന്ദ ബാബു, ശ്രീലത K, KC അബു, ചന്ദ്രൻ മാസ്റ്റർ, IV ശശാങ്കൻ, P രഘുനാഥ്, PA ആന്റണി മാസ്റ്റർ, ജോൺസൺ, സന്തോഷ് കുമാർ K, മൊയ്തൂട്ടി ഹാജി, തൈക്കൽ സത്താർ, ശിവദാസ് പാലക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. താമരശ്ശേരിയിലെ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ഓഫീസുകൾക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങളിൽ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 14-15 തീയതികളിൽ നടന്ന ഹർത്താലിനോടനുബന്ധിച്ച് വനം വകുപ്പ് ഓഫീസുകൾക്ക് നേരെയും പിടിച്ചിട്ട തൊണ്ടി മുതലുകൾക്ക് നേരെയും അക്രമം അഴിച്ചുവിട്ടത് ആരാണെന്ന് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ ഏജൻസിയെ നിയമിക്കണം. ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുള്ള പല പ്രമാദമായ കേസുകളുടെയും ഫയലുകളും വണ്ടികളും ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വസ്തുക്കളും അക്രമികൾ നശിപ്പിച്ചു. സംഭവങ്ങൾക്ക് പിന്നിൽ മതനേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാധീനം ഉപയോഗപ്പെടുത്തിയെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത ആക്രമണത്തിന് ഹർത്താൽ മറയാക്കിയതാണോ എന്നും സംഭവങ്ങൾക്ക് പിന്നിൽ മറ്റ് മാഫിയകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ വിധേയമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പോലീസിലെന്ന പോലെ വനം വകുപ്പിലും ജീവനക്കാരുടെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയാൽ നടപടിയെടുക്കാൻ നിയമമുണ്ടാകണമെന്നും അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്വാറി മാഫിയ എന്ന പ്രയോഗത്തിലൂടെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ തങ്ങളുടെ സൽപ്പേര് അപകീർത്തിപ്പെടുത്തിയെന്ന് ഓൾ കേരള കരിങ്കൽ ക്വാറി അസോസിയേഷൻ. ക്വാറി നടത്തുന്നതിനാവശ്യമായ നിയമപരമായ എല്ലാ അനുമതികൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന തങ്ങളെ ഹർത്താലിന്റെ മറവിൽ നടന്ന അക്രമങ്ങളിൽ ഉത്തരവാദികളെന്ന നിലയിൽ പോലീസും മാധ്യമങ്ങളും വേട്ടയാടിയതിനെ സംഘടന അപലപിച്ചു. ചെറുകിട വ്യവസായം എന്ന നിലയ്ക്ക് ക്വാറി വ്യവസായം നടത്തുന്ന കരിങ്കൽ ക്വാറിക്കാരെ ക്വാറി മാഫിയ എന്ന മുദ്രകുത്തിയതിൽ ഓൾ കേരള കരിങ്കൽ ക്വാറി അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചു. ഹർത്താലിന്റെ പേരിൽ നടത്തിയ അക്രമ സംഭവങ്ങളെല്ലാം ക്വാറി മാഫിയ ചെയ്തതാണെന്ന് പ്രചരിപ്പിച്ച് നിയമപരമായി വ്യവസായം നടത്തിവരുന്ന തങ്ങൾക്ക് പേരുദോഷമുണ്ടാക്കിയെന്നും അവർ പറഞ്ഞു. നിയമപരമായി ലഭിക്കേണ്ട എല്ലാ അനുമതികളും നേടിക്കൊണ്ടാണ് ഈ വ്യവസായം നടത്തുന്നത്. സമരത്തിന്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങളുടെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും
ക്വാറി മാഫിയ എന്ന് പേരിട്ട് അച്ചടി ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാക്കിയ നാണക്കേടിനും മാനഹാനിക്കും പരിഹാരം കാണണമെന്നും ഓൾ കേരള കരിങ്കൽ ക്വാറി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ കോഴിക്കോടിന്റെയും ജില്ലാ പഠന കേന്ദ്രമായ ചാലപ്പുറം മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ റിട്ടയർഡ് പ്രൊഫസർ രാഘവൻ പയ്യനാട് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ കോഴിക്കോടിന്റെയും ജില്ലാ പഠന കേന്ദ്രമായ ചാലപ്പുറം മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാവനിർമ്മാണ കളരിയും ശില്പശാലയും സംഘടിപ്പിച്ചു. മോണ്ടിസോറി പ്രീ പ്രൈമറി അധ്യാപിക പരിശീലകർക്കായി ശനിയാഴ്ച പുതിയപാലം NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപത്തുള്ള ശ്രീ കാഞ്ചി ശങ്കരാചാര്യ ഹാളിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ റിട്ടയർഡ് പ്രൊഫസർ രാഘവൻ പയ്യനാട് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണകുമാർ കീഴ്ശ്ശേരി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പരിപാടിയിൽ 100ഓളം അധ്യാപിക പരിശീലകരും അധ്യാപികമാരും പങ്കെടുത്തു. മതഭ്രാന്തിന് മതേതരത്വത്തിന്റെ മറുപടി എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ഫറോക്ക് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ബേപ്പൂരിൽ അലർട്ട് മാർച്ച് നടത്തി. തുടർന്ന് നടുവട്ടത്ത് നടന്ന പൊതുസമ്മേളനം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. മതഭ്രാന്തിന് മതേതരത്വത്തിന്റെ മറുപടി എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ഫറോക്ക് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ബേപ്പൂരിൽ അലർട്ട് മാർച്ച് നടത്തി. BC റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നടുവട്ടം ചേനത്ത് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. M ബൈജു, K ഷെഫീഖ്, PR സുമൻ, M അനൂപ്, MK ഹെഗൽ എന്നിവർ നേതൃത്വം നൽകി. നടുവട്ടത്ത് നടന്ന പൊതുയോഗം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷണയുക്തമായ അടയാളങ്ങൾ തികഞ്ഞ എല്ലാ അർത്ഥത്തിലും കൃത്യത പുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും വിപുലവുമായ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് C അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. P രഞ്ജിത്ത്, C ഷിജു എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ദക്ഷിണാമൂർത്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം 2013 തുടക്കമായി. സ്വാതി സംഗീത സദസ്സിന്റെ നേതൃത്വത്തിൽ തളി ഗുരുവായൂരപ്പൻ ഹാളിലാണ് സംഗീതോത്സവം നടക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. സാമുദ്രി ഹയർ സെക്കൻഡറി സ്കൂളിൽ 22, 23, 24 തീയതികളിലായാണ് ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. സ്വാതി മ്യൂസിക് ഡയസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. മാവേലിക്കര P സുബ്രഹ്മണ്യൻ, ഡോക്ടർ TM സർവോത്തമ നെടുവക്കാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് മാവേലിക്കര P സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി അരങ്ങേറി. R സ്വാമിനാഥൻ വയലിനിലും PV അനിൽകുമാർ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. ശനിയാഴ്ച ഗുരുവായൂർ ഡോക്ടർ TV മണികണ്ഠന്റെ വയലിൻ കച്ചേരി അരങ്ങേറി. തൃശൂർ C രാജേന്ദ്രൻ വയലിനിലും PV അനിൽകുമാർ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. സമാപന ദിവസം മൈസൂർ ചന്ദ്രശേഖർ കുമാറിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി അരങ്ങേറും. ജമാൽ കൊച്ചങ്ങാടി രചിച്ച താൻസൻ മുതൽ സക്കീർ ഹുസൈൻ വരെ, സ്ഫടികം പോലെ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു.
ജമാൽ കൊച്ചങ്ങാടി രചിച്ച താൻസൻ മുതൽ സക്കീർ ഹുസൈൻ വരെ സ്ഫടികം പോലെ പുസ്തകങ്ങൾ മലയാള സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ പ്രകാശനം ചെയ്തു. ഹോട്ടൽ കിങ്ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഖദീജ മുംതാസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഖത്തർ മിഡിൽ ഈസ്റ്റ് ഫ്രണ്ട്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ജമാൽ കൊച്ചങ്ങാടിക്ക് കെ ജയകുമാർ സമ്മാനിച്ചു. പ്രശസ്തി പത്രവും 15,000 രൂപയും അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. UK കുമാരൻ അധ്യക്ഷത വഹിച്ചു. കാനേഷ് പൂനൂർ പുസ്തകം പരിചയപ്പെടുത്തി. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, PP ശ്രീധരനുണ്ണി, മഹമ്മൂദ് മാട്ടൂൽ, അമ്മാർ കീഴുപറമ്പ്, ഡോക്ടർ KV തോമസ്, TP മമ്മു എന്നിവർ സംബന്ധിച്ചു. മണ്ണും പുല്ലുമൊന്നും കാണാതെ ആരും മണ്ണിലിറങ്ങി നടക്കാതെ ജീവിക്കുന്ന കാലത്തേക്ക് കേരളവും പതുക്കെ നടന്നെടുക്കുകയാണെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. B. സുദേവിന്റെ നമുക്കിറങ്ങി നടന്നേക്കാമെന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുകൂല സാഹചര്യങ്ങളിലല്ല പ്രതികൂല കാലങ്ങളിലാണ് വലിയ കവികൾ ഉണ്ടാവുകയെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. B. സുദേവിന്റെ നമുക്കിറങ്ങി നടന്നേക്കാം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണും പുല്ലുമൊന്നും കാണാതെ ആരും മണ്ണിലിറങ്ങി നടക്കാതെ ജീവിക്കുന്ന കാലത്തേക്ക് കേരളവും പതുക്കെ നടന്നെടുക്കുകയാണ്. ഒന്നിലും സഹകരിപ്പിക്കാത്ത ലോകമാണ് ഒരാളെ കവിയാക്കുന്നത്. എല്ലാ കവികളും അവർ എഴുതുന്ന കാലത്ത് മോശം കവികളായാണ് അറിയപ്പെടുന്നത്. കുമാരനാശാനും ഷേക്സ്പിയറുമൊക്കെ ഇതിനുദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കവിയോളം കവിത്വമുള്ളവരായാലേ കവിത വായിക്കാനാകൂ. ഇന്നുപേക്ഷിക്കപ്പെട്ട കവിയാകും നാളെ വലിയ കവിയാകുന്നത്. അതിനാൽ കവിതയെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുകയാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. VT ജയദേവൻ പുസ്തകം ഏറ്റുവാങ്ങി. PM നാരായണൻ അധ്യക്ഷത വഹിച്ചു. PP ശ്രീധരനുണ്ണി, ഫിലിപ്പ്, ജോൺ, B. സുദേവ് എന്നിവർ സംബന്ധിച്ചു. ഫുഡ്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഫ്യൂമയുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 24 മുതൽ 26 വരെ ബ്രാൻഡ് കേരള ഫുഡ്വെയർ എക്സ്പോ സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് മറൈൻ ബീച്ച് ഗ്രൌണ്ടിൽ നടക്കുന്ന എക്സ്പോ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 24 മുതൽ 26 വരെ ഫുഡ്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മറൈൻ ബീച്ച് ഗ്രൌണ്ടിൽ ബ്രാൻഡ് കേരള ഫുഡ്വെയർ എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായിരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പാദരക്ഷാ വ്യവസായ രംഗത്തെ 1500ഓളം പ്രമുഖ സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കും. 125 കമ്പനികളുടെ പാദരക്ഷകൾ പ്രദർശനത്തിലുണ്ടാകും. സമാപന സമ്മേളനം 26-ന് വൈകിട്ട് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. ഒരു സംസ്ഥാനത്തെ പാദരക്ഷാ നിർമ്മാണ വ്യവസായ മേഖലയിലെ സംരംഭകർ ചേർന്ന് ഇത്തരം ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമാണെന്ന് ഫൂമ പ്രസിഡന്റ് P. ശശിധരൻ, സെക്രട്ടറി CP അബൂബക്കർ എന്നിവർ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് നൽകേണ്ട ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഇറക്കുമതി തീരുവ ഒഴിവാക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ടൌൺ മേഖല സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫറൂഖ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഫറൂഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. സരസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കോഴിക്കോട് ടൌൺ മേഖല 9ാം സമ്മേളനം ഫറൂഖ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പൊതുസമ്മേളനം ഫറൂഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. സരസു ഉദ്ഘാടനം ചെയ്തു. മുളമൂട്ടിൽ ജോൺ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ KA വിജയൻ, NC അബ്ദുൾ റസാഖ്, രാജൻ പട്ടാഞ്ചേരി, KT ജനദാസൻ, B. മോഹൻ മാസ്റ്റർ, K. സുബ്രഹ്മണ്യൻ, ശിവദാസൻ എന്നിവർ സംബന്ധിച്ചു. പ്രതിനിധി സമ്മേളനം COA ജില്ലാ സെക്രട്ടറി M. മൻസൂർ ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി ശിവദാസനും സംഘടനാ റിപ്പോർട്ട് COA ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ടും അവതരിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് നൽകേണ്ട ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഇറക്കുമതി തീരുവ ഒഴിവാക്കണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആലങ്ങാട്ട് ശിവദാസൻ സെക്രട്ടറി, PP അഫ്സൽ പ്രസിഡന്റ്, കാപ്പുറത്ത് കൃഷ്ണൻകുട്ടി ജോയിന്റ് സെക്രട്ടറി, K. ഹരിദാസ് വൈസ് പ്രസിഡന്റ്, കിഷോർ ട്രഷറർ എന്നിങ്ങനെ 11-അംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു. ഉപജില്ലാ കലോത്സവങ്ങൾക്ക് സമാപനമായി. ഇനി റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക്. ഡിസംബർ മാസത്തിൽ വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റവന്യൂ ജില്ലാ കലോത്സവങ്ങൾ നടക്കുക. എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സിൽവർ ഹിൽസ് HSS ഒന്നാമതെത്തി. CMHS തലക്കുളത്തൂർ 2ാം സ്ഥാനം നേടി. NGO കാർട്ടേഴ്സ് HS വെള്ളിമാടുകുന്ന് 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
HS വിഭാഗത്തിൽ സിൽവർ ഹിൽസ് ഓവറോൾ കിരീടം നിലനിർത്തി. പ്രസന്റേഷൻ 2ാം സ്ഥാനവും CMMHS തലക്കുളത്തൂർ 3ാം സ്ഥാനവും നേടി. LPയിൽ ശ്രീകുമാരാശ്രമം ALPS, പ്രസന്റേഷൻ ചിന്മയ EMSHSS എന്നിവ ആദ്യം 3 സ്ഥാനങ്ങൾ നേടി. UPയിൽ പ്രസന്റേഷൻ, സിൽവർ ഹിൽസ്, AUPS പുത്തൂർ എന്നിവർ ആദ്യം 3 സ്ഥാനം കരസ്ഥമാക്കി. LP അറബിക്കിൽ JDT ഇസ്ലാം ALPS മേരിക്കുന്ന്, MILPS കക്കോടി, യൂണിയൻ ALPS പാലത്ത്, ശ്രീകുമാരാശ്രമം ALPS എന്നീ സ്കൂളുകൾ തുല്യ പോയിന്റ് നേടി. വിജയികളായ സ്കൂളുകൾക്ക് PVS ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ PV ചന്ദ്രൻ, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അബൂബക്കർ, ഗായകൻ VT മുരളി, KT പ്രമിള, കവിത മനോജ്, ഹാജറ കറ്റടത്ത്, സുനിൽ CM, P അശോകൻ, വേണു അമ്പലപ്പടി, വിജീഷ് B, RP ശ്രീധരൻ, മേയർ AK പ്രേമജം, സഞ്ജീവൻ കളത്തിൽ, E സുജാത, KP സത്യൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സിറ്റി ഉപജില്ലാ കലോത്സവത്തിൽ സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനവും LP UP വിഭാഗത്തിൽ 2ാം സ്ഥാനവും നേടി. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗത്തിൽ 1ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും LP വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2ാം സ്ഥാനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും 3ാം സ്ഥാനം സാമൂതിരി സ്കൂളും നേടി. LP വിഭാഗത്തിൽ 1ാം സ്ഥാനം വെസ്റ്റ് ഹിൽസ് സെന്റ് മൈക്കിൾസ് LP സ്കൂളും UP വിഭാഗത്തിൽ 3ാം സ്ഥാനം വെസ്റ്റ് ഹിൽസ് സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളും നേടി. സംസ്കൃതോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം രാമകൃഷ്ണ മിഷൻ സ്കൂളും 2ാം സ്ഥാനം പ്രൊവിഡൻസ് ഗേൾസ് സ്കൂളും 3ാം സ്ഥാനം സാമൂതിരി സ്കൂളും നേടി. UP വിഭാഗത്തിൽ 1ാം സ്ഥാനം സാമൂതിരി സ്കൂളും 2ാം സ്ഥാനം പ്രൊവിഡൻസ് സ്കൂളും 3ാം സ്ഥാനം ഗോവിന്ദവരം AUP സ്കൂളും നേടി. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അധ്യാപക വിദ്യാർത്ഥി അനുപാതം സംബന്ധിച്ച് നൽകിയ ഉറപ്പിന്മേൽ സർക്കാർ വാക്കുപാലിക്കണമെന്ന് കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കാമെന്ന ധാരണ തള്ളി സർക്കാർ ഏകപക്ഷീയമായി അനുപാതം നിശ്ചയിച്ചതിൽ സംഘടന പ്രതിഷേധിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു. വീട്ടുചുമരിൽ സാമൂഹിക ദ്രോഹികൾ കരിയോയിൽ ഒഴിച്ചതായി പരാതി. LIC ഏജന്റായ കൊല്ലം ഊരുചുറ്റും റോഡ് ചെമ്പകം വീട്ടിൽ മോഹനന്റെ വീടിന്റെ ചുമരിലും മുൻവശത്തും വരാന്തയിലുമാണ് കഴിഞ്ഞ രാത്രി സാമൂഹിക ദ്രോഹികൾ കരിയോയിൽ ഒഴിച്ചത്. കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. BOT വ്യവസ്ഥ ഒഴിവാക്കി ദേശീയപാത 30 മീറ്ററിൽ 4 വരിയായി വികസിപ്പിച്ച് കേരളത്തിന്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 26-ന് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രക്ഷോഭ ജാഥ രാമനാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച് വടകര, അഴിയൂർ, കോട്ടപ്പറമ്പിൽ സമാപിക്കും. നവംബർ 25-ന് വൈകുന്നേരം 6 മണിക്ക് ജാഥ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കലോത്സവത്തിന് മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലയുടെ സോണൽ മത്സരങ്ങൾ നവംബർ 25, 26 തീയതികളിൽ വെള്ളിമാടുകുന്ന് JDT ഇസ്ലാമിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരങ്ങൾ നവംബർ 25-ന് കോഴിക്കോട് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം സിൻഡിക്കേറ്റ് അംഗം സുബ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല കുടുംബ സംഗമവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സംസ്ഥാന നേതാക്കളുടെ യാത്രയപ്പും മോഹനം 2013 എന്ന സോൺ 4 സമ്മേളനവും നവംബർ 24-ന് കോഴിക്കോട് ഹോട്ടൽ പാരമൗണ്ട് ടവർ ഓഡിറ്റോറിയത്തിൽ നടക്കും. സോൺ 4 സമ്മേളനവും യാത്രയപ്പും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. കുടുംബസംഗമം പട്ടികജാതി പിന്നോക്ക വിഭാഗ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി AP അനിൽകുമാറും ഉദ്ഘാടനം ചെയ്യും. അറിയിപ്പുകൾ. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ പൂർണ്ണരൂപം നാട്ടുവെളിച്ചം നെല്ലിക്കോടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൈറ്റ് അഡ്രസ് www.naatuvelitcham.org. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹർത്താലിന്റെ മറവിൽ വനം വകുപ്പ് ഓഫീസിനു നേരെയുണ്ടായ ആക്രമണം CBI അന്വേഷിക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേവലം തുച്ഛമായ കമ്മീഷൻ കൊണ്ട് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ.
ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.